എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് ലൈവിൽ കണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ശരിക്കും ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഷാനവാസ് എന്ന് പറയുന്ന മത്സരാർത്ഥി ഭയങ്കര ബോറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ വന്ന ഒരു മത്സരാർത്ഥിയാണ്. അതാണ് ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മത്സരാർത്ഥിയും നല്ലതാണ് എന്ന് തീർത്തും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ശരിക്കും തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറഞ്ഞതുപോലെ അനീഷാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കിയാൽ കുറച്ച് ഭേദം. എങ്ങനെയാണോ സ്റ്റാർട്ടിങ്ങിൽ പുള്ളിക്കാരൻ വന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ ആരാണ് ഏറ്റവും നല്ലത്, ആരാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് ഷാനവാസ് നല്ലതുപോലെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നാളെ വേറെ എന്തെങ്കിലുമൊക്കെ ഗുലുമാലുകളൊക്കെ ഒപ്പിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. അതുപോലെ അനുമോളുടെ കാര്യം, അനുമോൾ ഇന്ന് നന്നായിട്ട് നിൽക്കുകയാണെങ്കിൽ നാളെ അനുമോൾ കിച്ചൺ ടീമിലേക്ക് പോയി കഴിഞ്ഞാൽ ഭക്ഷണങ്ങൾ കാണുമ്പോൾ അനുമോളുടെ സ്വഭാവവും മാറും. പുള്ളിക്കാരത്തിക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മാത്രമല്ല എല്ലാവർക്കും വിളമ്പിക്കൊടുക്കണം, എല്ലാവർക്കും അവർ തന്നെ വിളമ്പിക്കൊടുക്കണം. ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൂടാ, ഒരാൾക്കായി അങ്ങോട്ടേക്ക് അധികാരം സ്ഥാപിക്കാൻ ചെന്നുകൂടാ. അങ്ങനെയൊക്കെയാണ് ശരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിലെന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചകളും കൂടിയൊക്കെ വേണം. എല്ലാം നമ്മുടെ വീട്ടിൽ എന്നുള്ള രീതിയിൽ അടക്കി ഭരിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പലരും പല വീടുകളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന മത്സരാർത്ഥികളാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുമോൾ നല്ല രീതിയിൽ നിൽക്കുമ്പോഴാണ് പിന്നീട് അങ്ങനെ ഇരിക്കുമ്പോൾ അനുമോളുടെ ഭാഗവും ഇതുപോലെ താഴ്ന്നു പോകുന്നത്. പിന്നെ നൂറ വളരെ നല്ല ഒരു ഗെയിമറാണ്, അടിപൊളിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ആദിലയെ അപേക്ഷിച്ച് നൂറ വളരെ നല്ലൊരു ഗെയിമറാണ്. ആദില എന്ന് പറഞ്ഞാൽ വെറുപ്പീരിൻ്റെ അങ്ങേയറ്റമാണ്. ശരിക്കും ആദിലെ പുറത്ത് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആദിലെ പുറത്ത് പോയി കഴിഞ്ഞാൽ നൂറ ഫ്രീ ആവും, നൂറയ്ക്ക് നന്നായിട്ട് ഗെയിം കളിക്കാനായിട്ട് സാധിക്കും. പിന്നെ നെവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല മത്സരാർത്ഥിയാണ് നെവിൻ. എൻ്റർടൈൻമെൻറ്റാണ്, എല്ലാവർക്കും നല്ല നല്ല രീതിയിൽ നമുക്ക് ഒരു ബോറടിക്കാതെ കൊണ്ടുപോകാനായിട്ട് നെവിനെ കൊണ്ട് സാധിക്കും. പക്ഷേ ചില സമയങ്ങളിലൊക്കെ നെവിൻ ഭയങ്കരമായിട്ട് ഓവർ ആവാറുണ്ട്. അത് ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ചില സമയത്ത് ഇപ്പോൾ മോഹൻലാൽ വരുന്ന സമയത്തൊക്കെ നെവിൻ കുറച്ച് അധികം കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നതായിട്ടും കുറച്ച് വേണ്ടത്ര റെസ്പെക്റ്റ് കൊടുക്കാത്തതായിട്ടും തോന്നാറുണ്ട്. അങ്ങനെ ഓരോ മത്സരാർത്ഥികളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പിന്നെ അതുപോലെ ബിന്നിയുടെ കാര്യം പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ബിന്നി ഇപ്പോൾ ന്യൂബിൻ വന്നതിന് ശേഷം ബിന്നിക്ക് കുറച്ച് ഗർവ് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. എന്നാലും കുഴപ്പമൊന്നുമില്ല. മുമ്പാണെങ്കിൽ പരദൂഷണവും പറഞ്ഞ് ഒരറ്റത്ത് ഒരു മൂലയിൽ മാറിയിരുന്ന ബിന്നി ഇപ്പോൾ നല്ല രീതിയിൽ തെറിച്ച് വരുന്നുണ്ട്. പക്ഷേ അത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. കാരണം ആദ്യമേ വേണമായിരുന്നു അത്. ആദ്യമൊക്കെ മാറി തിരിഞ്ഞ് ഇരുന്ന് ഗ്രൂപ്പിസം കളിച്ചിട്ട് പിന്നീട് ഈ ഒരു 3/4 ഭാഗത്തോളം അടുത്ത സമയത്ത് ഭയങ്കര രീതിയിലോട്ടൊക്കെ അങ്ങോട്ട് സടകുടഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ജനങ്ങൾ അംഗീകരിക്കണമെന്നില്ല. അതാണ് പറയുന്നത്, ബിഗ് ബോസ് വീടിനുള്ളിൽ ആദ്യം എത്തുന്ന സമയത്ത് തന്നെ ഗെയിം തുടങ്ങണം. അല്ലാണ്ട് 3/4 ഭാഗത്തോളം എത്തുന്നത് വരെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണവും പറഞ്ഞ് ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ വന്നിട്ട് സടകുടഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അപ്പോൾ ആളുകൾക്ക് ഇഷ്ടമല്ലാതെ വരും. അതാണ് സംഭവം. രൂപിൻ വന്നതിന് ശേഷമാണ് നമ്മുടെ ബിന്നി ഇത്രത്തോളം ആക്റ്റീവ് ആയത്. പിന്നീട് ഉള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ കൂടുതലും ശരിക്കും ആദ്യം വന്ന് ആ ഒരു ഇടയ്ക്ക് സമയത്ത് തന്നെ പുറത്തേക്ക് പോവേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു ലക്ഷ്മി ഇപ്പോഴും അവിടെ തുടരുന്നെന്നുണ്ടെങ്കിൽ ജനങ്ങളെ കബളിപ്പിച്ചിട്ട് തന്നെയാണ് ലക്ഷ്മി അവിടെ നിൽക്കുന്നതെന്ന് ഞാൻ പറയൂ. കാരണം ആദ്യം ലക്ഷ്മിക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദില നൂറമാരെ അവരുടെ വീട്ടിൽ കയറ്റില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കുറേ ആളുകൾക്ക് ഇഷ്ടമായി. അങ്ങനെ കുറേ ആളുകളുടെ വോട്ട് ലക്ഷ്മിക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ നല്ല രീതിയിൽ വോട്ട് കിട്ടി ലക്ഷ്മി അവിടെ നിൽക്കുന്നു. ആ ലക്ഷ്മി തന്നെ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അവരുടെ കൂടെ കമ്പനി അടിക്കുന്നു. അവരുടെ കൂടെ കമ്പനി അടിക്കുന്നതിൽ നമുക്ക് വിരോധമില്ല. പക്ഷേ ആ ഒരു സമയത്ത് ലക്ഷ്മി പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യമാണ്. കാരണം ജനങ്ങളെ പറ്റിച്ച് അവിടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്മിയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയൊരു ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല, കുബുദ്ധി എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ പ്രത്യേകിച്ച് ഒരു കുന്തവും ചെയ്യുന്നില്ല, ചുമ്മാതെ മാറിയും തിരിഞ്ഞിരിക്കുന്നു. പിന്നെ സമയം കിട്ടുമ്പോൾ അനീഷിനെ ചൊറിയാനായിട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. പിന്നീടെന്ന് പറഞ്ഞാൽ ആദില എന്ന് പറയുന്ന മത്സരാർത്ഥി ഭയങ്കര വെറുപ്പീരാണ്. ആദില പുറത്തേക്ക് പോകണം എന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള പലരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ
ആദിലയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ആര്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആര്യൻ നല്ലൊരു ഗെയിമർ തന്നെയാണ്, പക്ഷേ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചൊരു ചെറുക്കനാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മഹാനായിട്ടുള്ള നടൻ്റെ അടുത്ത് പോലും യാതൊരുവിധ റെസ്പെക്റ്റും ഇല്ലാതെ പെരുമാറുന്ന ഒരു വകതിരിവില്ലാത്തൊരു ചെറുക്കനാണ് ഈ ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥി. പക്ഷേ ആര്യന് നന്നായിട്ട് ഗെയിം കളിക്കാനൊക്കെ അറിയാം. പിന്നെ അതുപോലെ സാബുമാൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ഇന്നും ഇന്നലെ ഈ 2 ദിവസമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. സാബുമോനാണ് ശരിക്കും തൂക്കിയത് ഈ 2 ദിവസം. സാബുമോൻ മാത്രമല്ല, അനുമോള് അവർക്ക് കൊടുത്ത ക്യാരക്ടർ വളരെ അതിമനോഹരമായിട്ട് ചെയ്തു എന്ന് മാത്രമല്ല, സാബുമാനെ നന്നായിട്ട് ഡാൻസ് ചെയ്യാനായിട്ട് അറിയാം. സാബുമോൻ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നീട് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അക്ബറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കുറച്ചധികം ഉണ്ട് പറയാനായിട്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരാം. പക്ഷേ ഇവിടെ അക്ബറിനെ പറ്റി പറയുകയാണെങ്കിൽ അക്ബർ ഒരുപാട് ഒതുങ്ങിപ്പോയി. അക്ബർ നേരത്തെയുള്ള ആ ഒരു അക്ബറേ അല്ല. ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ അക്ബർ ഉണ്ടോ എന്നറിയണമെങ്കിൽ വലിയൊരു അരിപ്പ വെച്ച് അരിച്ച് നോക്കേണ്ട അവസ്ഥയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അക്ബർ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവിടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അക്ബർ കുറച്ചുകൂടി ആക്റ്റീവ് ആവണം, അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തേക്ക് പോവേണ്ടതായിട്ട് വരും എന്നാണ് അക്ബർ എന്ന് പറയുന്ന മത്സരാർത്ഥിയെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഒട്ടുമിക്ക മത്സരാർത്ഥിയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അഥവാ ആരെക്കുറിച്ചെങ്കിലും പറയാതെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതുപോലെ തന്നെ ഈ മത്സരാർത്ഥികളുടെയൊക്കെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടാണ് ഇത്രയും മത്സരാർത്ഥികളുള്ളതിൽ അനുമോളെ പറ്റി പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അനുമോളെ പറ്റി പറയുകയാണെങ്കിൽ അനുമോൾ വളരെ നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ്. അനുമോൾക്ക് നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാം. ചെന്ന് കയറിയ സമയം തൊട്ടേ നന്നായിട്ട് കണ്ടൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അനുമോൾ എന്ന് കരുതി അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥിയോട് എനിക്കൊരു താല്പര്യമില്ല. കാരണം അനുമോളുടെ പല സമയത്തുമുള്ള പ്രവൃത്തികൾ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ അനുമോളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നുകൂടി പറയുകയാണ്, പ്രത്യേകിച്ച് പ്ലാച്ചിയെ വെച്ചിട്ടുള്ള അനുമോളുടെ ഗോഷ്ഠികളും കളികളും ഒട്ടും ഒരു രസമില്ല. 10, 30, 31 വയസ്സുള്ളൊരു പെണ്ണൊരു പാവക്കുട്ടിയും വെച്ചിട്ട് ഏത് നേരവും മന്ദബുദ്ധി പിള്ളേരെ കണക്ക് കാണിച്ചു കഴിഞ്ഞാൽ അത് വളരെ ബോറാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇത് എനിക്കിഷ്ടമല്ലെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നീട് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വ്യക്തിത്വവും ഇല്ലെന്നേ ഞാനിപ്പോൾ പറയത്തുള്ളൂ. കാരണം നേരത്തെയൊക്കെ വളരെ അടിപൊളിയായിട്ടിരുന്നിട്ട് ഷാനവാസ് ഇപ്പോൾ കാണിക്കുന്ന ഗോഷ്ഠികൾ, കാരണം ലാലേട്ട വന്ന് പറയുമ്പോഴത്തേക്ക് ഷാനവാസ് അനീഷിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് വിടുന്നു. എന്തൊക്കെയാണോ എന്തോ ഷാനവാസ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ഓവറായിട്ടിരിക്കുകയാണ്. അത് ഷാനവാസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഷാനവാസിനെ എന്നെ ദോഷം ചെയ്യും എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.